ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ കുഞ്ഞെഴുത്തിലെ 2ാം പാഠഭാഗമായ പൂവ് ചിരിച്ചു എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ്. കുറേ ബ്ലാങ്ക് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? നമുക്കതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം മക്കളെ. അതിനു മുന്നേ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് ആ ബ്ലാങ്കായി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഫില്ലാക്കിയാലോ? നമുക്ക് നോക്കാം. പൂവ് ചിരിച്ചു. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? പൂവ് ചിരിച്ചു. നോക്കാം നമുക്ക് എന്തൊക്കെ കാണുന്നുണ്ട്. ഒരു വിത്ത് ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് അല്ലേ? ഒരു പുഴുവുണ്ട്, അതുപോലെ ഒരു തുമ്പിയും ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ വിത്ത് മുളച്ച് വരുന്ന സമയത്ത് നമ്മുടെ പുഴു ചോദിക്കുകയാണ്, നീ ആരാ? അല്ലേ? നീ ആരാണ്? മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് തലപൊക്കി നോക്കുന്ന നീ ആരാണ്? അല്ലേ? നീ ആരാ? നമ്മുടെ പുഴു ചോദിച്ചു. അപ്പോൾ അതുപോലെ തുമ്പി എന്താ ചോദിക്കുന്നത്? അത് ആരാ? ആരാ അത്? അല്ലേ? ഇതാരാ മുളച്ച് വരുന്നത്? ഇതെന്നാ സാധനല്ലേ? നമുക്കറിയില്ല. അപ്പൊ ചോദിക്കുകയാണ്, അത് ആരാ? ആരാ അത്? അപ്പൊ ചെടി പറയാണ്, ആ വിത്ത് പറയാണ്, ഞാൻ ചെടി. ഞാൻ ആരാണ്? ഞാൻ ചെടിയാണ്. അതാ ഒരാൾ. അത് ആരാ? അല്ലേ? അതാ ഒരാൾ നമ്മുടെ ചെടീൻ്റെ മുകളിൽ കയറിയിട്ട് ആരാ അത്? അല്ലേ? അത് ആരാ? അപ്പോൾ ആരോ ചോദിക്കുകയാണേ, നമ്മുടെ ചെടി ചോദിക്കുകയാണ്, നീ ആരാ? ആരാ നീ? അല്ലേ? ചെടിയുടെ മുകളിലൊരു പുഴു വന്നിട്ടുണ്ട്. അപ്പോൾ ചെടി പുഴുവിനോട് ചോദിക്കുകയാണ്, നീ ആരാ? ആരാ നീ? അപ്പം പുഴു പറയാണ്, ഞാൻ പുഴു. അല്ലേ? ഞാൻ ആരാണ്? ഞാൻ പുഴു. അപ്പോൾ അവിടെയുള്ള ഉറുമ്പ് പറയുന്നത് എന്താ? പുഴു ഇല തിന്നും. അല്ലേ? പുഴു എന്ത് ചെയ്യും? ചെടിയുടെ ഇല തിന്നും. പാവം ചെടി. അല്ലേ? പാവം ചെടി. പുഴു എന്ത് ചെയ്യും? ഈ ചെടിയുടെ ഇല തിന്നും. അല്ലേ? പുഴു ഇല തിന്നും. പാവം ചെടി. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ വായിക്കാം നമുക്ക്. നീ ആരാ? അത് ആരാ? ആരാ അത്? തുമ്പി ചോദിച്ചു. അപ്പോൾ ചെടി പറയാണ്, ഞാൻ ചെടി. അതാ ഒരാൾ. അത് ആരാ? ഇവിടെ ആരോ ഒരാളുണ്ട്. അതാരാണ്? നീ ആരാ? ആരാ നീ? നമ്മുടെ ചെടി ചോദിച്ചു. അപ്പോൾ പുഴു പറയാണ്, ഞാൻ പുഴു. അപ്പോൾ അവിടെയുള്ള ഉറുമ്പ് പറയാണ്, പുഴു ഇല തിന്നും. പുഴു എന്ത് ചെയ്യും? ഇല തിന്നും. പാവം ചെടി. അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇത് നന്നായി കളറ് കൊടുത്ത് ഇതുപോലെ മനോഹരമാക്കി വെക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് കളർ കൊടുക്കുക. ഇനിയോ, ഒരു ആട് വന്നു. അവിടെ നിങ്ങൾക്ക് കാണാം, തുള്ളിച്ചാടിയിട്ട് ആര് വരികയാണ്? ഒരു ആട് വരികയാണല്ലേ? ഒരു ആട് വന്നു. എങ്ങനെയാ വന്നത്? തുള്ളിച്ചാടിയിട്ടല്ലേ ആട് വരിക? അപ്പം ചാടി വന്നു. ഒരാട് വന്നു, ചാടി വന്നു. അപ്പം ആട് പറയാണ്, ഞാൻ ആട്. ആ സമയത്ത് ചെടി ചോദിക്കുകയാണ്, നീ ആരാ? ആരാ നീ? അല്ലേ? നീ ആരാണ്? അപ്പം ആട് പറഞ്ഞു, ഞാൻ ആട്. അപ്പം അവിടെ നിന്നൊരു പക്ഷി പറയാണേ, ആട് ഇല തിന്നും. ആടെന്ത് ചെയ്യും? ചെടിയുടെ ഇല തിന്നും. പാവം ചെടി. അല്ലേ? പാവം ചെടി. പിന്നെന്താ സംഭവിച്ചത്? അടുത്ത പേജ് നോക്കിയേ. ചൂട് കൂടി. അല്ലേ? സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ചൂട് കൂടി. ഇല വാടി. ചെടി വാടി. അപ്പോൾ അവിടെയുള്ള ഒരു നമ്മുടെ തേനീച്ച പോലത്തെ ഒരു ചെറിയ പ്രാണി പറയാണ്, പാവം ചെടി. നമുക്കൊന്നുകൂടെ വായിക്കാം. ഒരു ആട് വന്നു, ചാടി വന്നു, ഞാൻ ആട്. അപ്പോൾ ചെടി ചോദിക്കുകയാണ്, നീ ആരാ? ആരാ നീ? അപ്പോൾ ആട് പറഞ്ഞു, ഞാൻ ആട്. അപ്പോൾ പക്ഷി പറയാണ്, ആട് ഇല തിന്നും. പാവം ചെടി. ചൂട് കൂടി, ഇല വാടി, ചെടി വാടി, പാവം ചെടി. അല്ലേ? ഇതെന്ത് ചെയ്യണം? നല്ല അടിപൊളി നിറമൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കണം കേട്ടോ. ഇനി എന്താ സംഭവിച്ചേ? ചൂടൊക്കെ കൂടി, ചെടിയൊക്കെ വാടി. അപ്പം നമ്മുടെ പ്രാണി പറയാണ്, അല്ലെങ്കിൽ തേനീച്ച പറയാണ്, പാവം ചെടി. അല്ലേ? ഇനി നോക്കി എന്താ സംഭവിച്ചത്? മഴ വന്നു. അതാ മഴ. അല്ലേ? ആകാശമാകെ ഇരുണ്ടു, മഴ പെയ്യാൻ തുടങ്ങി. അതാ മഴ. മഴ വന്നു, മഴ വന്നു. ലല്ലല്ല ലല്ലല്ല ലാലല്ല ലാലല്ല. മഴ വന്നു. മഴ വന്ന് വെള്ളം നിറഞ്ഞു. അല്ലേ? അങ്ങനെ മീനുകൾ വന്നു, ആമ വന്നു. ചെടി പാവം വെള്ളത്തിൽ മുങ്ങിപ്പോയി. അപ്പോൾ ആമ പറയാണ്, പാവം ചെടി. അല്ലേ? പാവം ചെടി. അപ്പോൾ ഇതും എന്ത് ചെയ്യണം? നിറം കൊടുത്ത്
മനോഹരമാക്കി വെക്കണം കേട്ടോ. ഒന്നുകൂടെ വായിക്കാം നമുക്ക്. അതാ മഴ, മഴ വന്നു, മഴ വന്നു, ലലല്ല ലലല്ല ലലല്ല. മഴ വന്നു, മീനുകൾ വന്നു, ആമ വന്നു, പാവം ചെടി. അല്ലേ? മനസ്സിലായല്ലേ എൻ്റെ മക്കൾക്ക്? ഇത്രയുമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നമ്മുടെ കുഞ്ഞെഴുത്തിലെ രണ്ടാമത്തെ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളായി നൽകിയിരിക്കുന്നത് ഇത്രയുമാണ്. ഇത് മക്കൾ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.